യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസിയ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങളോടും കൂടെ പങ്കുവെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണിത്. നമ്മുടെ സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, തുടയൊരയുക, നടക്കാനൊക്കെ നമ്മൾ കുറച്ചേരം നടന്നു കഴിയുമ്പോൾ വേർത്തിട്ട് തുടയൊരഞ്ഞിട്ട് നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കുണ്ട് കേട്ടോ, എനിക്ക് അനുഭവം ഉള്ളതാണ്. അപ്പം ഞാൻ എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി മരുന്ന് മേടിക്കും, ഓയിൽമെൻറ്റ് മേടിച്ച് തൂക്കും. അത് ആ ഓയിൽമെൻറ്റിൻ്റെ അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നീറ്റൽ തുടങ്ങും എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നിട്ട് ഒരു സംഭവം കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം, നമ്മുടെ ആ ഭാഗം കഴുകാൻ വേണ്ടിയിട്ട് എത്രയോ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തോട്ട് പച്ചമഞ്ഞൾ നന്നായിട്ട് കഴുകി ചതച്ച് ഇടണം. അത് കഴിഞ്ഞിട്ട് തുളസിയില നന്നായിട്ട് കഴുകിയാൽ ഇങ്ങനെ ഞെരടിയിട്ട് അതേപടി അങ്ങോട്ട് ഇടണം. എന്നിട്ട് ഒരു കുറച്ച് ഉപ്പ്, ഒത്തിരി ഉപ്പൊന്നുമല്ല, ഒരു തുള്ളി ഉപ്പ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു തുള്ളി ഉപ്പും കൂടി ഇടുക. ഇട്ടിട്ട് ഇത് നന്നായിട്ട് അങ്ങ് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ആ വെള്ളം എടുത്ത് മാറ്റി വെക്കണം. അത് നന്നായിട്ട് പിന്നെ ആറണം കേട്ടോ. അതങ്ങ് മാറ്റി വെച്ചതിന് നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് പച്ചമഞ്ഞൾ എടുക്കുക, നന്നായിട്ട് കഴുകിയിട്ട് കല്ലേ വെച്ച് ഇങ്ങനെ ഉരയ്ക്കുക. നമ്മൾ പണ്ട് മുഖത്തൊക്കെ ചെറുതിലെ ഇങ്ങനെ കല്ലേലിട്ട് ഉരച്ച് മുഖത്തൊക്കെ തൂക്കിയില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് ആ അരഞ്ഞു വരുന്ന മഞ്ഞളുണ്ടല്ലോ അത് നമ്മുടെ എവിടെയാണോ നമുക്ക് ചൊറിച്ചിൽ, നീറ്റിൽ ഒക്കെ ഉള്ളത് അവിടെ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. അതിന് മുന്നേ ആദ്യം തന്നെ നല്ല വൃത്തിയായിട്ട്, നമ്മളിപ്പോൾ യാത്രയൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിയർപ്പൊക്കെ തങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി സോപ്പിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല തുണിയിട്ട് തുടച്ച് ആക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ പച്ചമഞ്ഞൾ അരച്ചത് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ. അതിൻ്റെ സമയമെന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് ആറണം. എന്നാൽ ഒരുപാട് തണുത്തും പോകരുത്, എന്നാൽ ഒരുപാട് ചൂടും ആവരുത്. നമുക്ക് ഏകദേശം പൊള്ളില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ സമയം ആകുന്നോടം വരെ ഈ മഞ്ഞൾ നമ്മുടെ തുടയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് അവിടെ അങ്ങ് ഇരിക്കട്ടെ. ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കാൻ നേരം വേണം നമ്മൾ ഇത് ചെയ്യാൻ. എന്നിട്ട് ഈ വെള്ളം തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴുകണം. ആ കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ സോപ്പ് ഇടുകയേ ചെയ്യരുത്. നമ്മൾ ആദ്യം തന്നെ സോപ്പിട്ട് കഴുകിയാണ് നമ്മൾ ഈ പച്ചമഞ്ഞൾ തേച്ചേക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാമത് ഒരു കാരണവശാലും സോപ്പ് ഇടരുത്. നല്ല രീതിയിൽ ആ ചൂടുവെള്ളം ഒരുമാതിരി നമുക്ക് പൊള്ളിയല്ലാത്തൊരു ഇതുണ്ടല്ലോ, ആ വെള്ളം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി ആ തേച്ച് പിടിപ്പിച്ച മഞ്ഞൾ മൊത്തം അങ്ങ് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു തുണി എടുത്തിട്ട് വൃത്തിയാക്കി അങ്ങ് തുടയ്ക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കരുത് കേട്ടോ. നന്നായിട്ട് അങ്ങ് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം കിടക്കാറാകുമ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത്. അത് നല്ല രീതി വൃത്തിയായിട്ട് അങ്ങ് തുടച്ചതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണ കയ്യിലൊഴിച്ച് നന്നായിട്ട് കുറച്ച് ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ തുടയിൽ ഒരയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ട് നന്നായിട്ട് അങ്ങ് തൂത്ത് വിടുക. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കും. പിന്നെ നമ്മൾ അടിവസ്ത്രമാണേലും ഒരു നേരത്തേക്ക് കൂടുതലൊന്നും നമ്മൾ ഇടുകയേ ചെയ്യരുത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വിയർക്കും. ഇപ്പം നമ്മളൊന്ന് ഇട്ടിട്ട് പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത് പോകാനാണെങ്കിലും അത് ഇടണ്ട. കാരണം അപ്പോഴത്തേനും അതിൻ്റെ അകത്ത് വിയർപ്പുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഉണങ്ങി ഇതൊക്കെ ഇടുക. പിന്നെ ഇത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കിപ്പോൾ ആ ചൊറിച്ചിലോ ആ നീറ്റിലോ ആ തുടയൊരച്ചിലോ ഒന്നുമില്ല. ആ സംഭവമെല്ലാം മാറിക്കിട്ടി. നമ്മൾ വെറുതെ പോയി ഓയിൽമെൻറ്റ് മേടിച്ച് തൂത്തോണ്ടൊന്നും ഇരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതങ്ങ് ചെയ്താൽ മതി. രാത്രി കിടക്കാൻ നേരം വേണം ചെയ്യാൻ. അത് ഇട്ട് പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് കിടക്കുവാണല്ലോ, പിന്നെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണിത്. എനിക്കിപ്പോൾ ചൊറിച്ചിലോ നീറ്റിലോ ഒന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നല്ല വെള്ളത്തിൽ നല്ല തണുത്ത പച്ചവെള്ളം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇത്തിരി സോപ്പ്, നമ്മൾ ഒരുപാട് സോപ്പൊന്നും അവിടെ ഇടരുത് കേട്ടോ. നമുക്ക് അവിടെ ഒരു ചെറിയ കട്ടി കുറഞ്ഞ സ്കിന്നാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സോപ്പൊന്നും ഇടണ്ട. ശകലം സോപ്പ് എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ട് നന്നായിട്ട് അങ്ങ് കഴുകി രാവിലെ പച്ചവെള്ളത്തിൽ കഴുകി
കളഞ്ഞാൽ മതി. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. ടാറ്റാ.